എത്ര വലിയ ചെങ്ങലക്കെട്ടുകളും പൊട്ടിച്ചെറിയാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടാവണം. പക്ഷെ അപ്പോഴും ഒരു ചെറിയ ചിലന്തി വലയെങ്കിലും സംരക്ഷിച്ചു നിർത്താനുള്ള കരുണയും കനിവും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്നും സൂക്ഷിക്കുക. ഒന്നാമതായി നിങ്ങൾക്കൊരു നല്ല മിഷൻ ഉണ്ടാവുക, ഒരു എയിം ഉണ്ടാവുക. ആ എയിം നിങ്ങൾ തീരുമാനിക്കണം എന്താണെന്ന്. രണ്ടാമതായി നിങ്ങളുടെ കൂടെയുള്ള മനുഷ്യന്മാരെ നിങ്ങൾ സ്നേഹിക്കണം. അച്ഛൻ, അമ്മ, നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ, നമ്മുടെ ഗുരുനാഥന്മാർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരായ ഒരുപാട് ആളുകൾ. ഇവരൊക്കെ നമ്മുടെ സ്നേഹം അർഹിക്കുന്ന ആളുകളാണ്. ഇവരൊന്നും ഇല്ലാതെ നമുക്ക് പോകാൻ കഴിയില്ല. ഒരു പട്ടങ്ങനെ ഉയർന്ന് പറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കുട്ടി നൂലിൽ പിടിച്ചതാണ്. ആ നൂലിൽ പിടിച്ചപ്പോൾ ആ പട്ടങ്ങനെ പറന്ന് ഒരുപാട് മുകളിലേക്ക് പോയി. കുറേ ഉയരത്തിലെത്തിയപ്പോൾ ഒരു പക്ഷി വന്നിട്ട് പട്ടത്തോട് പറയാണ്, എടാ നീ എന്തിനാണ് ഇങ്ങനെ ആ നൂലിൽ പിടിച്ചു തൂങ്ങുന്നത്? ആ നൂല് പൊട്ടിച്ചാൽ നിനക്ക് എൻ്റെ കൂടെ വരാം, എല്ലാ സ്ഥലത്തൂടെ പറക്കാം, ലോകം മുഴുവനും പറക്കാം. ഇപ്പം നിനക്ക് അങ്ങനെ പറക്കാൻ കഴിയില്ല, കാരണം നിന്റെ കൂടെ ഒരു നൂലുണ്ട്. പട്ടം ചോദിച്ചു പക്ഷിയോട്, എന്നാ ഈ നൂലൊന്നും പൊട്ടിച്ചു തരുമോ? അതിനെന്താ ഞാൻ പൊട്ടിച്ചു തരുമല്ലോ. പക്ഷി പട്ടത്തിൻ്റെ നൂല് പൊട്ടിച്ചു കൊടുത്തു. പട്ടം ആഗ്രഹിച്ചു പക്ഷിയുടെ കൂടെ ഇങ്ങനെ പറന്ന് ലോകം മുഴുവനും കാണാം. പക്ഷെ സംഭവിച്ചത് എന്താണ്? പട്ടം മൂക്ക് പറ്റി താഴേക്ക് പോയി. നിങ്ങളോട് പലരും പറയുന്നുണ്ടാവും ഈ നൂലൊന്നും വേണ്ടാണ്. പക്ഷെ ആ നൂലില്ലെങ്കിൽ നമ്മളില്ല. അതാണ് അച്ഛനും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക. അതാണ്. ഒരാൾക്ക് ഒരാൾ മോട്ടിവേറ്റ് ചെയ്യണമെന്ന് പറ്റില്ല. നമുക്ക് നമ്മളെ മാത്രമേ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റുള്ളവരുടെ ചിന്തകളോ ഒക്കെ നമുക്ക് സഹായം ചെയ്തുകൊണ്ട് വന്നേക്കും, അത്രയും. നിങ്ങൾ നിങ്ങളെ അഗാധമായി സ്നേഹിക്കുകയും നിങ്ങളുടെ കൂടെയുള്ള മനുഷ്യന്മാരെ സ്നേഹിക്കുകയും ഒരു എയിമിലെത്തുകയും ചെയ്യുക. ആ എയിമിലെത്താനുള്ള അഗ്നി നിങ്ങളുടെ കണ്ണുകളിൽ ഞാൻ കാണുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഭക്ഷണമില്ലാതെ വേണമെങ്കിൽ കുറച്ചു കാലം ജീവിക്കുക, പൈസ ഇല്ലാതെ വേണമെങ്കിൽ കുറച്ചു കാലം ജീവിക്കുക, വീടില്ലാതെ വേണമെങ്കിലും ജീവിക്കുക. പക്ഷെ മീനിങ് ഇല്ലാതെ എങ്ങനെ ജീവിക്കാൻ വേണ്ടിയിരുന്നത്? ഒരു മീനിങ് ഇല്ലാതെ മനുഷ്യനെ എങ്ങനെ ജീവിക്കുക? അല്ലാത്ത ഒരു ദിവസം നേരം വെക്കുന്നുണ്ടെങ്കിൽ പഠിച്ചവൻ നമുക്കൊരു അവസരം കൂടി തരികയാണ്. എല്ലാത്തിനും സ്നേഹിക്കാനും സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും വായിക്കാനും ഭക്ഷണം കഴിക്കാനും സന്തോഷിക്കാനും ഒക്കെ വേണ്ടി ഒരവസരം കൂടി തരുന്നതിന്റെ പേരാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പൊ ഒരു ദിവസം ഒരാളൊരു മീനിങ് ഇല്ലാതെ എങ്ങനെ ജീവിക്കും? ഒരു മാസം ഒരാളെങ്ങനെ ഒരു മീനിങ് ഇല്ലാതെ ജീവിക്കും? ഒരു എയിം ഇല്ലാതെ, ഒരു ഗോൾ ഇല്ലാതെ ഒരാളെങ്ങനെ ജീവിക്കും? അതാണ് ആ പുസ്തകത്തിന്റെ വിഷയം. അതാണ് അദ്ദേഹം ഹിറ്റ്ലറിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കുടുങ്ങിപ്പോയ ആളാണ്. കോൺസെൻട്രേഷൻ ക്യാമ്പ് കേട്ടില്ലേ? അതിൽ കുടുങ്ങിപ്പോയ ആളാണ്. അദ്ദേഹം ജൂതനായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ആളുകളെ മുഴുവൻ അദ്ദേഹം കൊന്നളഞ്ഞു ഹിറ്റ്ലർ. ഏകദേശം എല്ലാവരെയും കൊന്നു. അമ്മായിയെ കൊന്ന്, ഭാര്യയെ കൊന്ന്, പെങ്ങളെ കൊന്ന്. ഇദ്ദേഹം മാത്രമാണ് ബാക്കിയാവുന്നത്. അപ്പൊ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ആത്മഹത്യ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അപ്പൊ അദ്ദേഹം ഷേവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഉപകരണങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് ആത്മഹത്യ ചെയ്യാനാണ് വിചാരിച്ചത്. പക്ഷെ നല്ല ഇരുട്ടാണ്, അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അദ്ദേഹം അവിടെ കണ്ടൊരു ജനൽ തുറന്നു. ഒരു ചെറിയ കിളിവാതിലുണ്ട്. ആ ജനലിങ്ങനെ തുറന്നത് വെളിച്ചം കിട്ടാൻ വേണ്ടി തുറന്നതാണ്. പക്ഷേ ആ ജനല് തുറന്ന് വെളിച്ചം ഉള്ളിലേക്ക് ഒന്നായിട്ട് കയറി. അപ്പൊ അദ്ദേഹം വെറുതെ ഒന്ന് പുറത്തേക്ക് നോക്കി. ഇത്രയും കാലം ജീവിച്ച ഭൂമിയോട് യാത്ര ചോദിക്കുന്നത് പോലെ ഒന്നും പുറത്തേക്ക് നോക്കിയതാണ്. പക്ഷെ ഉണ്ടല്ല, അവിടെ ആകെ പൂക്കൾ. അദ്ദേഹം കുറച്ച് ദിവസം മുമ്പൊന്ന് നോക്കിയിരുന്നു. അന്നൊക്കെ വരണ്ട് കിടക്കണം. യൂറോപ്പിൽ പെട്ടെന്ന് സീസൺ വന്നു. അപ്പൊ ഇന്നത്തെ നോക്കുമ്പോ ആകെ പൂക്കളാണ്, മുറ്റം നിറച്ചു പൂക്കളാണ്. അപ്പൊ അദ്ദേഹം ആലോചിച്ച ഒറ്റ ആലോചനയാണ് അദ്ദേഹത്തെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. അദ്ദേഹം ആലോചിച്ചു, കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ വരണ്ട് കിടക്കുകയാണ്, ഉണങ്ങി കിടക്കുക. ഇന്ന് നിറച്ചു പൂക്കളാണല്ലോ. ഇപ്പൊ എന്റെ ജീവിതം ഇങ്ങനെ ഉണങ്ങി കിടക്കുകയാണ്. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞാൽ പൂക്കളൊക്കെ വരുമല്ലോ എന്ന ആത്മഹത്യ ചെയ്തില്ല എന്ന് മാത്രമല്ല, പിന്നെ അദ്ദേഹം ചെയ്യുന്നത് ആ കോൺസെൻട്രേഷൻ ക്യാമ്പിലുള്ള മനുഷ്യന്മാരെ കുറിച്ച് പഠിക്കുകയാണ്. ആ പഠനത്തിന്റെ അവസാനമാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതുന്നത്.
എന്നിട്ട് ആ പുസ്തകത്തിലാണ് അദ്ദേഹം പറയുന്നത്, കോൺസെൻട്രേഷൻ ക്യാമ്പിൽ 2 തരം മനുഷ്യന്മാരെ അദ്ദേഹം കണ്ടു. ഒന്നാമത്തെ വിഭാഗക്കാരെന്നറിയോ, ഒരു മീനിങ് ഇല്ലാതെ ജീവിക്കുന്ന ആളുകൾ, ഇനി ഒന്നും നടക്കില്ല, ഇവിടെ മരിച്ചു പോകും എന്നാലോചിക്കുന്ന ആളുകൾ. രണ്ടാമത്തെ വിഭാഗം എങ്ങനെയാണെന്നറിയോ, അല്ല രക്ഷപ്പെടും, നേരത്തെ ഉള്ളതിനേക്കാൾ മികച്ച ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ ജീവിക്കുന്ന ആളുകൾ. ഈ 2 തരം മനുഷ്യന്മാർ അദ്ദേഹം കണ്ടു. കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ പിരിച്ചുവിട്ടു. കുറെ കാലം കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ മനുഷ്യന്മാരെ തേടി പിന്നെയും അവരുടെ വീടുകളിലേക്ക് എത്തി. അദ്ദേഹം പറയാണ്, ഒരു മീനിങ്ങോട് കൂടി ജീവിച്ച ആളുകൾ, രക്ഷപ്പെടും എന്ന് വിചാരിച്ച ആളുകൾ രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, അവര് പഴയതിനേക്കാൾ നല്ല അവസ്ഥയിലേക്ക് തിരിച്ചു ചെന്നു. ജോലിയും ശമ്പളവും കൃഷിയും എന്താണ് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അതിലൂടെ അവരെങ്ങനെ രക്ഷപ്പെട്ടു. എന്നാൽ ഒരു മീനിങ് ഇല്ലാന്ന് വിചാരിച്ച ആളുകളുണ്ടല്ലോ, ജീവിതത്തെ നെഗറ്റീവായിട്ട് കണ്ട ആളുകൾ, അവരങ്ങനെ വരുന്നു പോകുന്നു, സ്കൂളിലേക്കാണെങ്കിൽ വരിക പോവാ, പഠിക്കുന്നുണ്ടോ പഠിക്കുന്നൊന്നുമില്ല, പരീക്ഷയുള്ള കാര്യം തന്നെ ആരെങ്കിലും പറയുമ്പോഴാണ് അവരറിയാം, അല്ലെ? പറഞ്ഞറിയുന്ന ആളുകളാണ്, പഠിച്ചറിയുന്ന ആളുകളല്ല. ഇങ്ങനെയുള്ള ആളുകൾ അവിടെ എത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അവനവന്റെ ഉള്ളിൽ ഒരു പാഷൻ ഉണ്ടാവുള്ളൂ, എന്തെങ്കിലും ആകണം എന്നുള്ളൊരു പാഷന്. അതെന്താവട്ടെ, നിങ്ങളുടെ ഉള്ളിൽ ഒരു മ്യൂസിഷ്യനാണ് ഉള്ളത്, പാട്ട് പാടാനാണ് നിങ്ങൾക്ക് കഴിയാം, എത്താവുന്ന അത്രയും ഉയരങ്ങളിലേക്ക് എത്തിയ ഒരു പാട്ടുകാരനായി നിങ്ങൾ മാറുക എന്നുള്ളതാണ് ആ പാഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നന്നായി ചിത്രം വരയ്ക്കാനാണ് കഴിയുക, ഏറ്റവും നല്ല ചിത്രകാരനാകാൻ എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ നിങ്ങൾ ചെയ്യാന്നുള്ളതാണ് ആ പാഷൻ, മീനിങ്. നിങ്ങൾക്ക് പഠിക്കാനാണോ കഴിയുക, എത്ര വലിയ ജോലിയിലേക്കാണോ നിങ്ങൾക്ക് എത്താൻ കഴിയുക അത്രയും ഉയരങ്ങളിൽ നിങ്ങൾ എത്തുക എന്നുള്ളതാണ് ആ പാഷൻ. ഒരു പാഷൻ ഇല്ലാതെ ഒരാൾ എങ്ങനെ ചെയ്യുന്നു? അതാണ് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം. ഒരു പാഷൻ ഇല്ലാതെ ഒരാൾ എങ്ങനെ ചെയ്യുന്നു? ആ പാഷന് ഒരാളുടെ ഉള്ളിൽ കരുതി വെക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് ഉപ്പ കോളിംഗ് അല്ലെങ്കിൽ അച്ഛൻ കോളിംഗ്, ഫാദർ കോളിംഗ് എന്ന് നിങ്ങളുടെ ഫോണിലേക്ക് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ്, ഒരു സംശയം വേണ്ട. കാരണം അത് കൊതിക്കുന്ന എത്രയോ ആളുകൾ ലോകത്തുണ്ട്. അച്ഛൻ കോളിംഗ് അല്ലെങ്കിൽ അമ്മ കോളിംഗ് എന്നിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് കൊതിക്കുന്ന ആളുകൾ ലോകത്തുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലല്ല നിങ്ങളുള്ളതെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് നമ്മുടെ കൂടെയുള്ള മനുഷ്യന്മാരെ നമ്മൾ കാരണം ഹാപ്പി ആവണം എന്നുള്ളതാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്. അതിനെന്ത് വേണമെന്ന് പറയുന്നത്, നമുക്കൊരു മിഷൻ ഉണ്ടാവണം, നമ്മളെവിടെയെങ്കിലും എത്തണം. കാരണം നമ്മളെവിടെയെങ്കിലും എത്താനുള്ള ഒരു ശക്തിയും അഗ്നിയും നമ്മുടെ ഉള്ളിൽ നമ്മളെ സൃഷ്ടിച്ചവനായ ദൈവം തന്നെ നിക്ഷേപിച്ചെന്നുണ്ട്. ആ എയിം നമ്മൾ കാണാതെ പോയാലുള്ള അവസ്ഥ എന്തായിരുന്നു? അല്ലെങ്കിൽ ആ എയിമിലേക്ക് എത്താൻ നമുക്ക് തടസ്സമായി ചില കാര്യങ്ങൾ നമ്മൾ തന്നെ കൊണ്ടുവന്നാലുള്ള അവസ്ഥ എന്തായിരുന്നു? അതാണ് പലപ്പോഴും സംഭവിക്കുന്നത്, അല്ലേ? നമ്മൾ എത്തേണ്ട എയിമിൽ നിന്ന് നമ്മളെ പിടിച്ചു വലിക്കുന്നത് പലപ്പോഴും എന്തായിരിക്കും? നമ്മൾ ഉണ്ടാക്കി വെച്ച മതിലുകൾ തന്നെയായിരിക്കും, അല്ലേ? ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് എനിക്ക് തോന്നാറുള്ളത് പ്രണയമാണ്. പ്രണയം കുപ്പിയിലടച്ചിട്ട് കുറച്ച് വെള്ളമാണെങ്കിൽ സൗഹൃദം ഒരു സമുദ്രമാണ് എന്നതാണ്. കുപ്പിയിലടച്ചിട്ട് വെള്ളം നല്ല കളർ വെള്ളമൊക്കെയാണ് കേട്ടോ, കാണാൻ ഭയങ്കര രസമുള്ള വെള്ളമാണ്. പക്ഷെ കുപ്പിയിലടച്ചിട്ട വെള്ളമാണ്. നിങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. അയാളൊന്നും മിണ്ടിയിട്ടില്ലെങ്കിൽ, അയാളൊന്ന് റിപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ, നീലട്ടിക്കുകൾ വന്നിട്ടും അയാളൊന്ന് മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ, അയാളെ നമ്മളെ ഒന്ന് അവഗണിച്ചാൽ, അയാൾ വേറെ ആളോട് സംസാരിച്ചാൽ ഒക്കെ നമുക്കുണ്ടായ ഒരു പ്രശ്നമുണ്ടല്ലോ. സത്യത്തിൽ നമ്മുടെ എനർജി മുഴുവനും നമ്മുടെ ഒരൊറ്റ ആളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതിന്റെ പേരാണ് പ്രണയം. ആ എനർജി മുഴുവനും ഒരുപാട് ആളുകളിലേക്ക് നമ്മളിങ്ങനെ കൊടുക്കുന്നുണ്ടാവണം, നമ്മൾ ഹാപ്പി ആയിരിക്കും. അവിടെ പലപ്പോഴും എന്താ സംഭവിക്കുന്നത്, നിങ്ങള് പ്രണയത്തിലേക്ക് മനുഷ്യന്മാരെ വീണു പോകുക ചെയ്യുക. അങ്ങനെ തന്നെയാണ് പ്രയോഗവും. ഫാളിങ് ഇൻ ലവ്. ഫാളിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ് അവിടുന്ന് ആരും എഴുന്നേറ്റ് വന്നിട്ടില്ല, എല്ലാവരും വീട് കിടക്കുന്നത്. വീട് കിടക്കുകയാണ് ചെയ്യാന്ന് അറിഞ്ഞാലും ആളുകൾ പിന്നെയും പോയിട്ട് അവിടെ വീഴുകയും ചെയ്യും, അല്ലേ? പൊറോട്ട കഴിക്കുന്ന പോലെയാണ്. ഞാൻ ആരും പറഞ്ഞില്ല, പൊറോട്ട കേടാൻ എല്ലാവരും പറയും, എന്നാലും വെക്കും പറഞ്ഞില്ലേ? ഇതേപോലെയാണ്. ഇങ്ങനെ അവസ്ഥയിൽ എങ്ങാണ്ട് നിങ്ങൾ വീണ് പോയാലുണ്ടല്ലോ, സംഭവിക്കുന്ന എന്തെങ്കിലും അറിയാം, നിങ്ങളുടെ പല ലക്ഷ്യങ്ങളിൽ നിന്നും അത് നിങ്ങളെ പിറകോട്ട് കൊണ്ടുപോകും. പക്ഷെ നിങ്ങൾക്ക് നല്ല സൗഹൃദങ്ങളാണ് ഉള്ളതെങ്കിൽ നിങ്ങളുടെ ഉയരങ്ങളിലേക്ക്
പുതിയ പുതിയ ഉയരങ്ങളിലേക്ക്, പുതിയ പുതിയ ആകാശങ്ങളിലേക്ക് നിങ്ങളുടെ സൗഹൃദങ്ങൾ നിങ്ങളിങ്ങനെ പറത്തുകയാണ് ചെയ്യുക.